ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ തലയ്ക്ക് അടി ഏറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലാണ്, സ്കാനിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഇതറിഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അങ്ങ് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ലക്ഷ്മിയമ്മയാണെങ്കിൽ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ, അതിന് മുമ്പിൽ പോയി നിന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയമാണ് ശരത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അമ്മ കരയുന്നത് കാണുന്നതും ശരത്ത് ഇത് പോയി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നേ. എന്നാൽ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിന്നെ ഓർത്തിട്ട് രേവതി ആന്റണിയുടെ അടുത്ത് ചോദിക്കാൻ പോയി. ആന്റണി ആണെങ്കിൽ എൻ്റെ മോളെ ഉപദ്രവിച്ചു, അവളിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ശരത്ത് പറയുന്നുണ്ട്, അമ്മ ആരാണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ആന്റണി ചേട്ടൻ പാവമാണ്, ആന്റണി ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് വീണ്ടും ദേഷ്യമാണ് വരുന്നത്. എടാ, നീ ഇന്നൊക്കെ ഇപ്പോൾ വീട്ടിലുള്ളവരെക്കാളും വലുത് അവനാണല്ലേ, നീ ഒറ്റ ഒരുത്തം കാരണമാടാ അച്ഛൻ നേരത്തെ തന്നെ പോയതെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ വീണ്ടും കരയുക. ഇങ്ങനെ പോയാ ഞങ്ങളെ എല്ലാവരെയും നീ കൊലയ്ക്ക് കൊടുക്കുമല്ലോടാ, എന്തിനാടാ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്, ഞങ്ങളെ എല്ലാവരെയും അങ്ങ് കൊന്നിട്ട് നീ പോയി അവൻ്റെ കൂടെ അങ്ങ് ജീവിച്ചോന്ന് പറയുകയാണേ. ഇതെല്ലാം കേട്ടിട്ട് ശരത്ത് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇപ്പൊ എന്താ ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടായത്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ശരത്ത് എൻ്റെ മോളെ തള്ളിയിട്ടു, അവളിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളതെന്നേ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിശ്വസിക്കാനാകാതെ ശരത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നതെന്ന്. ശരത്ത് വീണ്ടും ലക്ഷ്മിയമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ രേവതി ചേച്ചി എന്തിനാ ആന്റണി ചേട്ടനെ കാണാൻ പോയത്, എല്ലാം നീ ഒറ്റ ഒരുത്തനാടാ, നിനക്കിപ്പോ വലിയ വലിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, സിഗരറ്റും കള്ളുകൂടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതെല്ലാം അവൻ കാരണമാണെന്ന് രേവതിക്ക് മനസ്സിലായി. നിന്നെ അനിയനോടുള്ള സ്നേഹം മൂത്തിട്ട് അവള് ചോദിക്കാൻ വേണ്ടി ചെന്നതാ. അവിടെ ചെന്നപ്പോഴേ അവനാണെങ്കിൽ എൻ്റെ മോളെ പിടിച്ച് തള്ളി. ഇപ്പം എൻ്റെ തലയിൽ നിന്ന് ഒരുപാട് ചോര പോയി, അവള് ആശുപത്രിയിൽ കിടക്കുക. ഇനി നിനക്ക് മതിയായില്ലേടാന്നൊക്കെ ചോദിച്ചിട്ട് ശരത്തിനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ദേവുവിനെ ഫോൺ ചെയ്തിട്ട് ലക്ഷ്മിയമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ സമയം ശരത്താണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ആന്റണിയെ കാണാനായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ആന്റണിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ സച്ചിയാണെങ്കിൽ കൈയൊക്കെ പിടിച്ച് തിരിച്ച് വെച്ചേക്കാണല്ലോ, നല്ല വേദനയുണ്ട്. അതിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ആന്റണി. ശരത്തിനെ കാണുന്നതും പറയുന്നുണ്ട്, ഇത് കണ്ടില്ലേ ശരത്തെ, ദേ ആ സച്ചി ഉണ്ടല്ലോ അവനാ ഇത് ചെയ്തേന്നേ. അതെ, ഇതല്ലായിരുന്നു നിന്നെയൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടിയിരുന്നത്, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഇനിയും നിങ്ങൾ സച്ചിയേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളൂന്ന് ശരത്ത് പറയുന്നുണ്ട്. ഈ സമയം ആന്റണിയും കൂടെയുള്ളവരും ചോദിക്കുന്നുണ്ട്, എടാ ശരത്തെ നീ എന്താ ഈ പറയുന്നത്, പിന്നെ ഞാൻ എന്തു പറയണമെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, എടാ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇത് മുഴുവൻ ചെയ്തത് സച്ചിയാണെന്ന് പറയുന്നുണ്ടേ. അതെ ശരിയായിരിക്കും, നിങ്ങൾ ഇത്രയും നാള് പറയുന്നതെല്ലാം വിശ്വസിച്ചിട്ട് എൻ്റെ വീട്ടുകാരുടെ മുമ്പിലും സച്ചിയേട്ടൻ്റെ മുന്നിലും ഒക്കെ നിങ്ങളെ വിട്ടുകൊടുക്കാതെ സംസാരിച്ച് നിന്നവനാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എൻ്റെ ചേച്ചീനെ നിങ്ങൾ തള്ളിയിട്ടല്ലേ, എന്നിട്ട് രക്തം പോയി എൻ്റെ ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്, എന്നാലും നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പറയുകയാണേ. ആന്റണി പറയുന്നുണ്ട്, അത് ശരത്തെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നിന്റെ ചേച്ചി കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു എന്ന് കരുതി നിങ്ങൾ എൻ്റെ ചേച്ചീനെ ഉപദ്രവിക്കുമോ, ഞാനേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ കൂട്ടുകാരനായിരിക്കാം, എന്നാൽ എൻ്റെ ചേച്ചിയുടെ ദേഹത്തെ തൊട്ടാൽ ഈ ശരത്ത് ആരാണെന്ന് നിങ്ങൾ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണിയുടെ നേരെ നന്നായിട്ട് ശരത്ത് ഒച്ചയിടുന്നുണ്ട്. അവസാനമായിട്ട് ശരത്ത് ഒറ്റ നിബന്ധനയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ദേ ആന്റണി ചേട്ടാ, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞാൻ വെറുതെ വിടില്ലായിരുന്നു. എൻ്റെ ചേച്ചി എന്നെ ചെറുപ്പം മുതലേ എന്നെ വളർത്തിയത് എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചി കഴിഞ്ഞിട്ടേ എനിക്ക് ആരും ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തതിന് ചേച്ചിയോട് മാപ്പ് ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആന്റണി പറയുന്നുണ്ട്, എടാ ശരത്തെ ഞാനെന്തിനാ അവളോട് മാപ്പ് ചോദിക്കുന്നത്, അവൾ ഇങ്ങോട്ടേക്ക് വന്നാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ദേ എൻ്റെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് കൂടുതലടിച്ചാൽ പിന്നെ ഞാൻ നോക്കി നിൽക്കണമെന്നിങ്ങനെ ആന്റണി പറയുന്നുണ്ട്. എന്നാൽ ശരത്ത് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വേറൊന്നുമല്ല, ഇല്ലെങ്കിൽ
എൻ്റെ ചേച്ചിയോട് മാപ്പ് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്നത്തോടുകൂടി നമ്മുടെ സൗഹൃദം ഇവിടെ അവസാനിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആൻ്റണിയും പറയുന്നുണ്ട് എന്തായാലും അവളോട് മാപ്പ് ചോദിക്കാനായിട്ട് ഞാനില്ലെന്ന്. എന്നാൽ ശരത്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് അവസാനമായിട്ട് ആൻ്റണിയും പറയുന്നുണ്ട് ഒരിക്കലും മാപ്പ് ചോദിക്കില്ല എന്ന്. എന്നാൽ ഇനി നിങ്ങളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ തേടി വരികയില്ല, എന്നെ നിങ്ങൾ തേടി വരാനും പാടില്ലെന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി ശരത്ത് ആൻ്റണിയുടെ അടുത്ത് നിന്ന് അങ്ങ് പോവാണേ. ഈ സമയം ആൻ്റണിയുടെ കൂടെയുള്ളവരെല്ലാം വിളിക്കുന്നുണ്ട് എടാ ശരത്തെ ഒന്ന് നിൽക്കുന്നേ. എന്നാൽ ആൻ്റണി പറയുന്നുണ്ട് എടാ വിട്ടേര്, അവനിപ്പോ അവൻ്റെ ചേച്ചിയോട് അങ്ങ് സ്നേഹം തുളുമ്പി നിൽക്കുകയാണെന്ന് പറഞ്ഞ് ആൻ്റണി അങ്ങ് വിടുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടിയിട്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് ഡോക്ടറെ കാണുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് സ്കാനിങ്ങിനകത്ത് ഒരു പ്രോബ്ലം ഇല്ല, പിന്നെ തലയ്ക്ക് അടിയേറ്റതുകൊണ്ട് ചിലപ്പോൾ പനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മെഡിസിൻ എല്ലാം കൃത്യമായിട്ട് കഴിക്കണം, പിന്നെ ഒരു 3 മണിക്കൂറും കൂടി ഒബ്സർവേഷനിലിരിക്കട്ടെ, കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോളൂ, പിന്നെ ഒരു 2-3 ദിവസത്തേക്കിന് റെസ്റ്റ് എടുക്കുന്നതും നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടതിന് ശേഷം അവര് ഡോക്ടറിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് ഓ രേവതി എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ആകെ പേടിച്ചു പോയി, നിനക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് സംഭവിച്ചു കാണുമെന്നാ കരുതിയെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്നാൽ രേവതി ആണെങ്കിൽ സച്ചിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ആ പിന്നെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ സച്ചിയേട്ടന് പനി പിടിച്ചേനെന്ന് പറഞ്ഞ് കളിയാക്കുകയാണേ. ദേ രേവതി എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. ഈ സമയം ശരത്തും ലക്ഷ്മിയമ്മയും ദേവും കൂടിയിട്ട് രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മയാണെങ്കിൽ ഓടി വന്നിട്ട് കരയാണ് കേട്ടോ. മോളെ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ലമ്മേ, ചെറിയൊരു ഇതായിട്ടൊന്ന് തല പൊട്ടിയതേ ഉള്ളൂ എന്ന് പറയാനേ. അപ്പോഴേക്കും രേവതിയും ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ തലയ്ക്ക് കെട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് ദേവും ചോദിക്കുന്നുണ്ട്. ലക്ഷ്മിയമ്മയാണെങ്കിൽ രേവതിനെ ഇങ്ങനെ തടവിക്കൊണ്ട് എൻ്റെ മോളെ അവനെ ഒരുപാട് ഉപദ്രവിച്ചോ തള്ളിയോ സച്ചി എന്നോടെല്ലാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആൻ്റണീനെ ഇങ്ങനെ അവൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞു പോകുന്നൊക്കെ ഇങ്ങനെ പ്രാഗിക്കൊണ്ട് കരയാണ് കേട്ടോ. ഈ സമയം ദേവും പറയുന്നുണ്ട് ചേച്ചി എന്തിനെ തനിയെ പോയത്, എന്നെ കൂടി വിളിക്കത്തില്ലായിരുന്നോന്നേ, ചേച്ചി നമുക്ക് എന്തായാലും അവനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല മോളെ, സച്ചിയേട്ടൻ അവന് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ശരത്തിന്റെ മുഖത്തേക്ക് നോക്കിയാണ് കേട്ടോ. എന്നാൽ ശരത്തിനാണെങ്കിൽ തലനിവൃത്തി ഒന്ന് സച്ചിയെ രേവതിയെ നോക്കാൻ പോലും ഉള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. എന്നാൽ ലക്ഷ്മിയമ്മയാണെങ്കിൽ എടാ ഇതിനെല്ലാം കാരണം നീ ഒറ്റയൊരുത്തനാന്നും പറഞ്ഞിട്ട് വീണ്ടും ശരത്തിനെ ഇങ്ങനെ തല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി പിടിച്ച് മാറ്റുന്നുണ്ട്. ദേവും വന്നിട്ട് ശരത്തിനെ തല്ലുന്നുണ്ട് കേട്ടോ. എടാ നിന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് നീ കൂടെ അങ്ങ് നടക്കുകയല്ലായിരുന്നോ, ഇപ്പോൾ അവൻ കാണിച്ചത് കണ്ടില്ലേന്നും പറഞ്ഞിട്ട് ദേവും ശരത്തിനെ ഇങ്ങനെ തല്ലുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി ഇങ്ങനെ പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ എന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ ശരത് അതിനൊന്നും റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് എടാ ഇനിയിപ്പോ ഇവൻ കാരണം ഞാനായിരിക്കും ചാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ കരയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് അമ്മേ എന്തൊക്കെയായി പറയുന്നതെന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം സച്ചിയാണെങ്കിൽ രേവതിക്ക് കുടിക്കാനായിട്ട് ചായ വാങ്ങിക്കാൻ വേണ്ടി പോയതാണല്ലോ. ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ നിന്ന് കേൾക്കുകയാണ്, ഉള്ളിലേക്ക് കയറി വരുന്നില്ല കേട്ടോ. ഇതെല്ലാം കേട്ടാണെങ്കിൽ ശരത്ത് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ തനിയെ അവിടേക്ക് പോയത്, ചേച്ചിക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണേ. ഇല്ലടാ എനിക്ക് വേദനയൊന്നുമില്ല ശരത്തെ, നീ എന്തിനാടാ അവനുമായിട്ട് കൂട്ടിന് പോയത്, അവനുമായിട്ട് കൂട്ടിന് പോയ ആ തുടക്ക സമയത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ അച്ഛനെ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ വേണ്ടേ അവൻ്റെ കൂട്ടുകൂടിയിട്ട് നീ അമ്മയും ലക്ഷ്മി അമ്മേനെയും ദേവുവിനെ ഒക്കെ നല്ല രീതിയിൽ നോക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വിവാഹം കഴിച്ചു പോയത്. എന്നാ നീ ഇനി ഇങ്ങനെ ആയാൽ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ കരയാണ്. രേവതിയാണെങ്കിൽ ശരത്തിനെ നന്നായിട്ട് ഇങ്ങനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എടാ നീ എന്തായാലും ഇങ്ങനെ കള്ളുകുടിച്ച് ചീട്ട് കളിച്ച് നടന്നാലൊന്നും നമ്മുടെ കുടുംബം ഉന്നതിയിലേക്ക് എത്തുകയല്ല, നമ്മൾ സാധാരണ ആളുകളാണ്,
നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മുന്നേറി വരാൻ കഴിയുള്ളൂ. നിന്നോട് സച്ചിയേട്ടന് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും നിന്നോട് കാണിക്കാത്തത് നീ ഈ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പോകുന്നതുകൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കടാ. ഞങ്ങളെല്ലാം പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ രേവതി കരയാണല്ലോ. അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട്, സോറി ചേച്ചി, ഞാൻ കാരണമാണ് ചേച്ചിക്ക് ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് ശരത്തും കരയുന്നുണ്ട്. എന്നാൽ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും എനിക്ക് തെറ്റുപറ്റിപ്പോയി ചേച്ചി. ഞാൻ അവനെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് കണ്ടത്. എന്നാൽ അവൻ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയും ചേച്ചിയും ദൈവവും കഴിഞ്ഞിട്ട് ഇവിടെ ഈ ലോകത്തിൽ മറ്റാരും ഉള്ളു ചേച്ചി. നിങ്ങൾക്ക് ഒരു വിഷമവും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എന്തായാലും നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്ന് ഓർത്ത് മാത്രമാണ് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാനാണ് ഞാൻ ആൻ്റണിയുടെ കൂടെ കൂടിയത്. എന്നാൽ ഇപ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി ചേച്ചി. അവനൊരിക്കലും എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ശരത്ത് ഇങ്ങനെ കരയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, മോനെ എന്തായാലും സമ്പാദിക്കാന്നുള്ളതല്ല, സത്യസന്ധമായ രീതിയിൽ എങ്ങനെ സമ്പാദിക്കാന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി ഇനി ഒരിക്കലും ഞാൻ അവൻ്റെ കൂടെ കൂട്ടിന് പോയില്ല. എനിക്കെല്ലാം മനസ്സിലായി. ഞാനിപ്പോൾ അവനോട് എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ട് നല്ല ചീത്തയും പറഞ്ഞിട്ടാണ് വന്നത്. ഇനി ചേച്ചി പറയുന്നത് പോലെ തന്നെ ഞാൻ എല്ലാം അനുസരിച്ചോളാം ചേച്ചി. ഞാൻ നന്നായിട്ട് ഇനി പഠിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ സച്ചിയും കേൾക്കുന്നുണ്ട്. സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ലക്ഷ്മിയമ്മയ്ക്കും ദേവുവിനും രേവതിക്കും ഒക്കെ ഒത്തിരി സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ശരത്ത് എന്തായാലും ആന്റണി ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് തിരിച്ചു വന്നല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. എടാ ശരത്തെ, നീ എനിക്ക് തലയ്ക്ക് അടി കിട്ടാൻ വേണ്ടിയിട്ടാണോ നന്നാവാൻ വേണ്ടി കാത്തിരുന്നത്? എങ്കിൽ പിന്നെ ഞാൻ നേരത്തെ തന്നെ തലയ്ക്ക് പോയി അടി മേടിച്ചേനേലെന്ന് പറയുകയാണേ. ഇത് കേട്ടോണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ, അത് ശരി, ഇവൻ നന്നാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യ അടി മേടിക്കണം, അത് കണ്ടിട്ട് പിന്നെ ഞാൻ ചുമ്മാതിരിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സച്ചി വരുന്നത്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ശരത്തിനെല്ലാം മനസ്സിലായി. ശരത്ത് ആന്റണി ആയിട്ടുള്ള കൂട്ടെല്ലാം അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാനതെല്ലാം പുറത്തു നിന്ന് കേട്ടു. എന്തായാലും അങ്ങനെയൊക്കെ അവനോൻ ചിന്തിച്ചെടുത്താൽ അവനോന് കൊള്ളാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഇതിനകത്ത് ജ്യൂസുണ്ട്, എല്ലാവരും എടുത്ത് കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ രേവതിയെ പിടിച്ച് അവർ ചന്ദ്രോദയത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. രേവതിനെ പിടിച്ചുകൊണ്ട് പതുക്കെ ഇങ്ങനെ കയറി ചെല്ലുന്നതാണ്. സൂക്ഷിച്ചു വരണേ രേവതി എന്നും പറഞ്ഞ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന രവിയാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താ മോളെ, രേവതി മോക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്, ടെൻഷൻ അടിക്കണ്ടച്ചാ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് രേവതി പറയുമ്പോഴും രവിയാണെങ്കിൽ എന്താ പറ്റിയെന്ന് ഇങ്ങനെ അറിയാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. രേവതി അപ്പോൾ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ആന്റണിയുടെ അടുത്ത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സച്ചി അതിനെ ഓവർടേക്ക് ചെയ്ത് പറയുന്നുണ്ട്, അച്ഛാ അതെ, ഇവള് പലിശ കൊടുത്തിട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ ചെറുതായിട്ടൊന്ന് വണ്ടിയുടെ തട്ടിയിട്ട് അവൾ സ്ലിപ്പായി വീണതാണ്, അങ്ങനെ തലയിടിച്ചു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, മോളെ സൂക്ഷിച്ച് നടക്കണ്ടെന്നൊക്കെ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതെ, അല്ലെങ്കിലും ഇവക്ക് ഇച്ചിരി എടുത്തു ചാട്ടവും ധൃതിയും കൂടുതലാണല്ലോ, ഇതിനാ ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, എടാ ഇപ്പൊ തന്നെ മോൾക്ക് തല കെട്ടിട്ടിട്ട് സുഖമില്ലാതിരിക്കുകയാണ്, ഈ സമയത്താണോടാ ഇങ്ങനെ കുത്തി പറയുന്നതെന്നും ചോദിച്ചിട്ട് സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടി വരുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും എന്നൊക്കെ ചോദിച്ചോണ്ടേ. ചന്ദ്രമതി വരുന്നതും രേവതിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താടി നിന്റെ തലയിലൊരു കെട്ടൊക്കെയെന്നേ? അത് അമ്മേ വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണതാണെന്ന് പറയുകയാണേ. അപ്പോഴേക്കും വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴേ നേരെ നോക്കി വണ്ടി ഓടിക്കണം, നിന്റെ കണ്ണെവിടെ അടി വെച്ചേക്കുന്നേടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, കണ്ണും മുഖത്തല്ലാതെ പിന്നെ എവിടെയാന്ന് ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി വീണ്ടും പറയുന്നുണ്ട്, അതെങ്ങനെയാ, നാക്കിന് 4 മുഴം നീളം ഉണ്ടല്ലോ, പൂ കെട്ടുന്നവളുടെയൊക്കെ നാക്കിന്റെ നീളത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അവക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ സമ്പാദിക്കണമെന്ന് ഓർത്ത് ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ, പിന്നെ എങ്ങനെയാ റോഡിൽ നോക്കി വണ്ടി ഓടിക്കാൻ പറ്റുന്നത്? വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ സമയം രവി പറയുന്നുണ്ട്, ചന്ദ്രൻ നിനക്ക് എപ്പോ എന്ത് സംസാരിക്കണമെന്ന് അറിയാവോ?
രേവതി മോക്ക് ഈ തലയിൽ കെട്ടുമായിട്ട് ഇരിക്കുമ്പോഴാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ രവിയേട്ടാ, ഞാനിപ്പോ അവളോട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞിട്ടിങ്ങനെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ തലയ്ക്ക് വലിയ മുറിവൊക്കെ ഉണ്ടോന്നേ. ഇത് കേൾക്കുമ്പോൾ രവിയും സച്ചിയും ഇങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. കാരണം രേവതിക്ക് എന്ത് സംഭവിച്ചാലും അത് അവർക്ക് ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ആദ്യമായിട്ടാണ് എന്തെങ്കിലും പറ്റിയോ, എന്താ വലിയ മുറിവാണോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി അന്വേഷിക്കുന്നത് തന്നെ. എന്നാ രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മേ വലിയ കുഴപ്പമില്ല, 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതിയെന്നേ. ഓ, അപ്പൊ പിന്നെ 2 ദിവസം ഇനി അടുക്കളയിൽ കയറില്ലായിരിക്കും അല്ലേ? കണ്ടോച്ചാ, അവർക്ക് എപ്പോഴും അവരുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ എന്ന് സച്ചി പറയുമ്പോ പിന്നെ 2 ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടടാന്ന് ചന്ദ്രമതിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ, രേവതി അല്ലാതെ ഇവിടെ മറ്റാരും ഭക്ഷണം ഉണ്ടാക്കില്ലേന്ന് സച്ചിയും ചോദിക്കുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, സാരമില്ലച്ചാ, എനിക്ക് ഇപ്പൊ വേദനയൊക്കെ കുറവുണ്ട്, ഗുളിക തിന്നു കഴിയുമ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി കുറഞ്ഞോളൂ, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കോളാന്ന് പറയുന്നുണ്ടേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ആ വേണ്ട വേണ്ട, എന്തായാലും നിനക്ക് 2 ദിവസം റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറഞ്ഞത്, അതങ്ങ് ആയിക്കോട്ടെ, ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കിക്കോളാന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി നേരെ അടുക്കളയിലേക്ക് അങ്ങ് പോവാണേ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും രവിയും എല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇന്ന് വരെ രേവതിനെ കുറ്റപ്പെടുത്തി പോയി എന്ത് സംഭവിച്ചാലും ഭക്ഷണം ഉണ്ടാക്കെന്നും പറഞ്ഞിട്ട് രേവതിയെ തള്ളിവിടുന്ന ആളാണല്ലോ. ഇന്ന് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കോളാന്നും പറഞ്ഞ് ചന്ദ്രമതി അടുക്കളയിലേക്ക് കയറി പോകുന്നതും എല്ലാവരും അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ അച്ഛൻ ഞാൻ കാണുന്നത് സ്വപ്നമാണോ? എന്താ അച്ഛാ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ, എടാ എന്തായാലും അവള് എപ്പോ എങ്ങനെ പ്രതികരിക്കുമെന്നും എന്തു പറയുമെന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത കാര്യമാ. എന്തായാലും ഇന്നൊരു ദിവസമെങ്കിലും കാര്യങ്ങൾ നോക്കിയും കണ്ട് ചെയ്യട്ടെ, അതെന്തോ നമ്മുടെ പുണ്യമാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് രവി അവിടെ അങ്ങ് ഇരിക്കുകയാണേ. ഈ സമയം രവിയാണെങ്കിൽ സച്ചിയോടും രേവതിയോടും കൂടിയിട്ട് വന്ന് പറയുന്നുണ്ട്, എന്തായാലും മക്കളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ണ് തട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ജോഡി അവാർഡൊക്കെ കിട്ടിയതാണല്ലോ. തന്നെയല്ല ഇപ്പൊ തന്നെ പുതിയതായിട്ട് ഒരു കാറും കൂടിയൊക്കെ വാങ്ങി, അപ്പോൾ അതിന് കണ്ണുദോഷമൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഇങ്ങനെ രവിയും പറയുന്നുണ്ട്. സച്ചിയപ്പോ പറയുന്നുണ്ട്, അതെ അച്ഛാ കണ്ണ് പെട്ടിട്ടുണ്ടാവും. അതെ ഇവിടുന്ന് ഓടിപ്പോയവനില്ലേ, അവന്റെ കണ്ണായിരിക്കും, അവന് 4 കണ്ണല്ലേ എന്ന് ചോദിച്ചിട്ട് ആ സമയത്തും സുതിയെ ഇങ്ങനെ കുത്തുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എന്തായാലും മോള് പോയി റെസ്റ്റ് എടുത്തോ, പോയി കട്ടിലിൽ കിടന്നോളാൻ പറയാനേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഈ സമയത്ത് കിടക്കാറുള്ളതല്ലേ? ഏയ് ഇല്ലടാ, ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം TV കണ്ടിട്ട് ഈ സോഫയിലൊന്ന് മയങ്ങിക്കോളാം, രേവതി മോള് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതിക്കുള്ള കഞ്ഞിയൊക്കെ കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചിയേട്ടാ, എനിക്ക് തീരെ വിശപ്പില്ലാന്നേ. എന്നാൽ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല രേവതി, ഗുളികയൊക്കെ കഴിക്കണമെങ്കിൽ ഈ കഞ്ഞി മുഴുവനായിട്ട് കുടിക്കണമെന്നും പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ചൂട് കഞ്ഞിയൊക്കെ ആയിട്ട് നമ്മുടെ രേവതി ഈ കഞ്ഞി മര്യാദയ്ക്ക് മൊത്തം കുടിച്ചോണമെന്നും പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കാരണം നമ്മുടെ രേവതിക്കാണെങ്കിൽ ഇന്ന് വരെ ഒരു ഭക്ഷണം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ ചെയ്യാത്ത ആളാണ്. ഇപ്പോൾ രേവതിയുടെ തല മുറിഞ്ഞിരിക്കുകയാണല്ലോ. ഈ സമയം രേവതി കഞ്ഞി കുടിക്ക്, എന്നിട്ട് പെട്ടെന്ന് ഗുളിക തിന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നിർബന്ധിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ രേവതിയുടെ തലയിലെ എല്ലാം ഒന്ന് സുഖമായാലേ ചന്ദ്രമതിക്ക് അടുക്കളയിൽ നിന്ന് മോചനം കിട്ടുള്ളല്ലോ. അതാണ് പുള്ളിക്കാരിയുടെ ഉദ്ദേശം. കാരണം വർഷയും ശ്രുതിയും അടുക്കളയിൽ കയറിയിട്ട് ആ വീട്ടിലുള്ളവര് ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ചാവുകയുള്ളെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഗതികേട് കൊണ്ട് ഇപ്പൊ അടുക്കളയിൽ പാചകത്തിനൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ രേവതി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുക എന്നുള്ളത് ചന്ദ്രമതിയുടെ ഒറ്റ ലക്ഷ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളും ആണ് കേട്ടോ ഇപ്പൊ ചന്ദ്രമതി ഉള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ എന്താ വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.